ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വിൻസ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആക്ടിവിറ്റി 11. റീഡ് ദ സെൻറ്റൻസസ് ഗിവൻ ബിലോ. നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നോട്ട് ചെയ്യുക. അതിലെന്താണ് അണ്ടർലൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് എന്താണെന്ന് വായിക്കുക. വി കാൻ ഹെൽപ്പ് യു ബട്ട് ദ വിസർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. വി കാൺട്ട് ആൻഡ് ഓസ് ക്യാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ബട്ട് പക്ഷേ വിസിറ്റ് ഓഫ് ഓസിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഈ കാണ്ടും ക്യാനും അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. കാണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല, ക്യാൻ എന്ന് പറഞ്ഞാൽ പറ്റും. വി ക്യാൻ ഡു മെനി തിങ്സ് ബട്ട് ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി കാൺ ഡു. ഹിയർ ഓൾസോ സെയിം തിങ്, ക്യാൻ ആൻഡ് കാണ്ട്. പറ്റും, പറ്റില്ല. സി റൈറ്റ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് യു ക്യാൻ നോട്ട് ഡു. അപ്പോൾ താഴെ കുറച്ച് ബോക്സസ് തന്നിട്ടുണ്ട്, പിക്ചേഴ്സും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ, ക്യാൻ ഡു, ദെൻ കനോട്ട് ഡു, പറ്റാത്ത കാര്യവും നമ്മൾ ഇവിടെ എഴുതുക. സി ദ ഫസ്റ്റ് വൺ, ഐ കാൻ ഫ്ലൈ, ഐ ക്യാൻ റൈഡ് അല്ലേ. ആ ഒരു ബോയ് പറയുന്നു എനിക്ക് പറക്കാൻ കഴിയില്ല, എനിക്ക് റൈഡ് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് പിക്ചർ, ഐ കാൻ ഡു സ്കേറ്റിംഗ്, ഐ ക്യാൻ റൺ, എനിക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഓടാൻ കഴിയും. ദെൻ ദ തേർഡ് പിക്ചർ, ഐ ക്യാൻ പ്ലേ വിത്ത് ബ്ലോക്സ്. നെക്സ്റ്റ് വൺ, ഐ കാൺട്ട് ക്ലൈംബ് എ ട്രീ, എനിക്ക് ബ്ലോക്സ് വെച്ച് കളിക്കാൻ പറ്റും, ബട്ട് കാൺട്ട് ക്ലൈംബ് എ ട്രീ, മരം കയറാൻ പറ്റില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി 12. ഹിയർ ഈസ് ഡോറത്തീസ് ഡയറി എൻട്രി. അതായത് ഡോറത്തിയുടെ ഡയറി കുറിപ്പ്. ഒരു ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ May 20 Tuesday, ദെൻ 1800 മേ ബി ദ ഇയർ ദിസ് ഡയറി ഹാസ് ബീൻ റിട്ടൺ അല്ലേ. ഈ ഡയറി എഴുതിയ ആ വർഷമായിരിക്കാം. സോ ഡോറത്തീസ് ഡയറി. ഐ കാൺ ഫർഗെറ്റ് ദിസ് ഡേ, എനിക്ക് ഈ ദിവസം മറക്കാൻ പറ്റില്ല. ഓ വി വർ സോ അഫ്രേഡ്, ഓ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ടോട്ടോ ആൻഡ് മൈസെൽഫ്, ടോട്ടോയ്ക്കും എനിക്കും ഭയങ്കര പേടിയായിരുന്നു. ഐ തോട്ട് വി വർ എബൌട്ട് ടു ഡൈ, നമ്മൾ വിചാരിച്ചു നമ്മൾ മരിക്കാൻ പോകുന്നെന്ന്. മൈ ഹൗസ് ഫ്ലൂ ഓവർ ദ വാലീസ്, സ്ട്രീറ്റ്സ്, മൗണ്ടൻസ് ആൻഡ് സോ ഓൺ. എൻ്റെ വീട് മൗണ്ടൻ, കുന്നിൻ്റെ മുകളിൽ കൂടെയും, വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്വാരം. പിന്നെ സ്ട്രീറ്റ്സ് എന്ന് വെച്ചാൽ തെരുവുകൾ, ആൻഡ് സോ ഓൺ. അങ്ങനെ പല സ്ഥലത്തും കൂടെ നമ്മളിങ്ങനെ പറന്നുപോയി, വീടും നമ്മളുമായിട്ട് പറന്നുപോയി. ഐ ഹെൽഡ് ടോട്ടോ ഇൻ മൈ ഹാൻഡ്സ് ക്ലോസിങ് മൈ ഐസ്. ടോട്ടോനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ കണ്ണടച്ചുകൊണ്ട് നിന്നു. സഡൻലി ഐ ഹേർഡ് എ സൗണ്ട്, പെട്ടെന്ന് ഞാനൊരു സൗണ്ട് കേട്ടു. അവർ ഹൗസ് ലാൻഡഡ് ഓൺ എ ബ്യൂട്ടിഫുൾ ലാൻഡ്. നമ്മുടെ വീട് ഒരു ഭംഗിയുള്ള പ്രദേശത്ത് ലാൻഡ് ചെയ്തു, വന്ന് നിന്നു. ഇറ്റ് വാസ് ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിങ്സ്. അത് മഞ്ച്കിങ്സിൻ്റെ നാടായിരുന്നു. മഞ്ച്കിങ്സ് ആരാണെന്ന് അറിയാലോ അല്ലേ, സ്മോൾ പീപ്പിൾ. ഐ സോ സം സ്ട്രേഞ്ച് പീപ്പിൾ ദർ. ഞാൻ അവിടെ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള മീൻസ് ദുരൂഹതയുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു. ദേ വർ വെരി ഷോർട്ട്, അവർ വളരെ ചെറുതായിരുന്നു. മൈ ഹൗസ് ലാൻഡഡ് ഓൺ എ വിക്കറ്റ് വിച്ച് ആൻഡ് ഷീ ഡൈഡ് ഓൺ ദ സ്പോട്ട്. എൻ്റെ വീട് ഒരു ദുർമന്ത്രവാദിനിയുടെ മുകളിൽ വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ അവൾ ആ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ദ മഞ്ച്കിങ്സ് ബിക്കെയിം സോ ഹാപ്പി. മഞ്ച്കിങ്സിന് വളരെ സന്തോഷമായി. ദേ സെലിബ്രേറ്റഡ് ദെയർ ഫ്രീഡം. മഞ്ച്കിങ്സ് അവരുടെ സ്വാതന്ത്ര്യം സെലിബ്രേറ്റ് ചെയ്തു. ദേ ഇൻവൈറ്റഡ് മീ ടു ഡാൻസ് വിത്ത് ദം ബട്ട് ഐ വിഷ് ടു റിട്ടേൺ ടു മൈ വില്ലേജ്. അവരുടെ എൻജോയ്മെൻറ്റ് സെലിബ്രേഷനിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തി, പക്ഷേ വരാൻ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ദെൻ എൻ്റെ വില്ലേജിൽ പോകണം, ഗ്രാമത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞു. ദ വിസിറ്റ് ഓഫ് ഓസ്, ദ മെജീഷ്യൻ ഹെൽപ്ഡ് us. പിന്നെ എന്താണ് അവിടുത്തെ വിസർഡ് എന്ന് വെച്ചാൽ മന്ത്രവാദി നമ്മളെ ഹെൽപ്പ് ചെയ്തു. ദ മെജീഷ്യൻ അല്ലേ, മാജിക് മാൻ. ടോട്ടോ ആൻഡ് ഐ റീച്ച് ഹോം സേഫ്ലി. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ വീട്ടിൽ സേഫായിട്ട് എത്തിച്ചേർന്നു. ഐ മെറ്റ് മൈ അങ്കിൾ ആൻഡ് ആൻറ്റ്. ഐ ബിക്കെയിം സോ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി. വീട്ടിൽ വന്നു, ഞാൻ എൻ്റെ അങ്കിളിനെയും ആൻറ്റീനെയും കണ്ടു. ഭയങ്കര സമാധാനവും സന്തോഷവതിയുമായി.
നൗ റൈറ്റ് യുവർ ഡയറി എൻട്രി. നിങ്ങളുടെ ഡയറി എൻട്രി എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. സി, ബിഫോർ റൈറ്റിംഗ് എ ഡയറി ഫസ്റ്റ് വി ഷുഡ് റൈറ്റ് ദ ഡേറ്റ് ആൻഡ് വീക്ക് ഇൻ ദ റൈറ്റ് സൈഡ് ഫസ്റ്റ്. അതായത് കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ടോപ്പിൽ ഒരു ഡേറ്റും വീക്ക് ഏതാണെന്ന് എഴുതിയിട്ടില്ല അതുപോലെ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഇയർ എഴുതുന്ന ഇയറും എഴുതണം. ഡയറി റൈറ്റിങ്ങിൻ്റെ ഒരു ഡെമോ ഞാനിവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 13. A newspaper from the land of the Munchkin is given on the next page. Read it and enjoy. മഞ്ച്കിൻസിൻ്റെ നാട്ടിൽ നിന്നൊരു ന്യൂസ് പേപ്പർ നെക്സ്റ്റ് പേജിൽ തന്നിട്ടുണ്ട്. അത് വായിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. മഞ്ച്കിൻ ടൈംസ്. ന്യൂസ് ഫ്രം ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ്. വെനസ്ഡേ 1800 May 21. അല്ല, ന്യൂസ് പേപ്പറിൻ്റെ പേര് മഞ്ച്കിൻ ടൈംസ്. എപ്പോഴാണ്, ഏത് ഇയറാണ് എഴുതിയിരിക്കുന്നത്? 1800 May 21 ഈ ന്യൂസ് പേപ്പർ എഴുതിയിരിക്കുന്നത്. ദ വിക്കറ്റ് വിച്ച് ഈസ് നോ മോർ. ഫസ്റ്റ് ഹെഡ്ലൈൻ എന്താണ്? വിക്കറ്റ് വിച്ച് ഈസ് നോ മോർ. ആ ദുഷ്ടയായ വിച്ച് മന്ത്രവാദിനി ഇല്ല. മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്സ്. മഞ്ച്കിൻ ലാൻഡ് ആഘോഷിക്കുന്നു. സ്റ്റാഫ് റിപ്പോർട്ടർ. ഇൻ എ ബിഗ് സർപ്രൈസ് a little girl named Dorothy saved the Munchkins from the wicked witch. Her house was lifted in a heavy storm that broke out yesterday. It fell on the witch, killing her. The Munchkins celebrated the death of the witch. അവരെങ്ങനെയാണ്, എന്തിനാണ് ആഘോഷിച്ചത്, എങ്ങനെയാണ് ആ വിച്ച് മരിച്ചത്, പിന്നെ ആരാണ് കൊന്നത്, ആക്സിഡൻ്റലി കൊന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടൊരു കട്ടിങ്. ഡോറത്തി വിസിറ്റ്സ് ദ വിസിറ്റ് ഓഫ് ഓസ്. Oz, May 21. Dorothy, the brave girl who killed the wicked witch, met the great wizard of Oz yesterday. She faced many challenges to reach the Emerald City where the wizard lived. She visited the wizard and requested him to help her reach home. ഡോറത്തി എങ്ങനെയാണ് അവിടെ എത്തിയത്? ഡോറത്തി ആരെ കാണാനാണ് പോയത്? ഏത് സിറ്റിയിലാണ്? എമറാൾഡ് സിറ്റിയിൽ വിസിറ്റ് ജീവിച്ചിരുന്നു. അവിടെ എത്തപ്പെട്ട രീതിയും അങ്ങനെയൊക്കെയാണ് ആ ന്യൂസ് പേപ്പറിൽ എഴുതി, ആ ഒരു കോളത്തിൽ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? കിറ്റി. ദി ക്യാറ്റ് ഈസ് മിസ്സിങ്. താഴെ ഒരു ക്യാറ്റ് മിസ്സിങ്. അതെല്ലാം നിങ്ങൾ വായിക്കണം കേട്ടോ. കിറ്റി വെൻ മിസ്സിങ് ഫ്രം ലിറ്റിൽ Munch Park on Friday. She's a brown cat with black spots. She had a red collar. If you find Kitty, please contact the owner, Lily, or inform the nearest police station. ഒരു ന്യൂസ് പേപ്പർ എങ്ങനെയാണ് എഴുതുന്നത്? ഒരു ന്യൂസ് പേപ്പർ കോളം, പിന്നെ ഒരു മിസ്സിങ് കോളം, ഒരു ഹെഡ്ലൈൻസ് എങ്ങനെയാണ് എഴുതുന്നത്, അതെല്ലാമാണ് ആ രീതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ റൈറ്റ് സൈഡിൽ ഒരു കാർട്ടൂൺ അല്ലേ, ദ മിറാക്കിൾ ഇൻ മഞ്ച്കിൻ ലാൻഡ്, യു സേവ്ഡ് അസ്, യു ആർ ആ ഹീറോ. ഇതൊക്കെ എന്താണ്? ഡോറത്തി അവരെ ഹെൽപ്പ് ചെയ്തതും ആൾക്കാർ മഞ്ച്കിൻസ് അവളെ ഹീറോ ആക്കി പൊക്കിക്കൊണ്ട് നടന്നതും എല്ലാമാണ് അവിടെ ആ ഒരു കാർട്ടൂണിൽ കാണിക്കുന്നത്. ന്യൂസ് പേപ്പറിൻ്റെ നെക്സ്റ്റ് പേജിൽ തന്നെ എന്താണ്? അഡ്വെഞ്ചർ അവേറ്റ്സ് ഇൻ ഗളിവേഴ്സ് ട്രാവൽ. അതൊരു ബുക്കിൻ്റെ പരസ്യമാണ്. ഗളിവേഴ്സ് ട്രാവൽ എന്ന് പറഞ്ഞ ബുക്ക്. ഗളിവേഴ്സ് ട്രാവൽസ് ഈസ് എ ഗ്രേറ്റ് book. It is written by Jonathan Swift. It is about a man named Gulliver who goes on amazing adventures to different lands. He meets tiny people and giant people. It's really fun to read. അതൊരു ബുക്കിൻ്റെ പരസ്യമാണ്. ആരെഴുതിയതാണ്? ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയാണ്. ആർക്കെങ്കിലും വായിക്കാൻ അവസരം കിട്ടുന്നെങ്കിൽ അത് വായിക്കണം. അടിപൊളി ബുക്കാണ്. അതൊരു ഗളിവർ ലാൻഡ് ഓഫ് ലില്ലിപുട്സിൽ എത്തപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതെന്താണ്? ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റിൻ്റെ മഞ്ച്കിൻ ഹാറ്റ്, പിന്നെ സ്റ്റൈലിഷ് ആൻഡ് കംഫർട്ടബിൾ മഞ്ച്കിൻ ഹാറ്റ്, പിന്നെ ഫൈൻഡ് സെറ്റ് മ്യൂണിക് സ്ട്രീറ്റ്, ഹാറ്റ് കിട്ടുന്ന സ്ഥലം. അതൊരു മഞ്ച്കിൻ ലാൻഡ്. നമ്മളൊരു ന്യൂസ് പേപ്പറിൽ എന്തൊക്കെ കാണുന്ന ആഡൊക്കെ കാണുന്നത് അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു വെതർ റിപ്പോർട്ട്, ടെമ്പറേച്ചർ 15 degrees Celsius, സ്കൈ ഈസ് ക്ലൗഡി, റെയിൻ ഷവേഴ്സ് എക്സ്പെക്റ്റഡ്, ദെൻ വിൻഡ് ജെൻറ്റിൽ ബ്രീസ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ക്രോസ് വേർഡ് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലെന്തൊക്കെ വരുന്നുണ്ട്? ഫസ്റ്റ് വന്നിട്ട് ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ, അത് എക്രോസ്. എന്താണ് വരുന്നത്? സൺ.
then 3 letters, then I am a color in the rainbow. അത് സെക്കൻഡ് വൺ 6 letters ഉണ്ട്. സെക്കൻഡ് നമ്പറിൽ ഇതെല്ലാം അക്രോസിൽ വരുന്നതാണ്. ഐ എം കളർ ഇൻ ദ റെയിൻബോ യെല്ലോ. ദെൻ ഫോർത്ത് വൺ യു മേ സീ മീ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ്. എന്നെ പല ഷേപ്പിലും കളേഴ്സിലും കാണാം. ഐ ക്യാൻ കവർ ഈവൻ ദ സൺ. സണ്ണിനെ പോലും എനിക്ക് മറയ്ക്കാൻ സാധിക്കും. ക്ലൗഡ്. ദെൻ ഡൗൺ താഴോട്ട്. ഹിയർ യു ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്. ഇവിടെ രാത്രിയിൽ സ്റ്റാർസിനെ കാണാൻ പറ്റും. അതെവിടെയാണ്? സ്കൈയിൽ. ദെൻ യു ക്യാൻ ഫീൽ ഇറ്റ് വെൻ ഇറ്റ് ബ്ലോസ്. ഒരു സംഭവം കാണാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുമ്പം നമുക്കത് അതിങ്ങനെ ബ്ലോ ചെയ്യുമ്പോഴത്തേക്ക് കാറ്റടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്താണ് വിൻഡ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 14. Some snapshots from Munchkin Times are given below. Pick out suitable words from the brackets and fill in the blanks. അതായത് ഇത്രയേ ഉള്ളൂ. മഞ്ച്കിൻ ടൈംസ് നമ്മൾ പ്രീവിയസ് പേപ്പറിൽ നമ്മൾ കണ്ടില്ലേ, മഞ്ച്കിൻ ഡെയിലി, അതായത് ആ ന്യൂസ് പേപ്പർ. അതിൽ നിന്നുള്ള കുറച്ച് സ്നാപ്ഷോട്ട്സ്, ആ ന്യൂസ് പേപ്പറിൽ ഉള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. താഴെ ഒരു ബ്രാക്കറ്റിൽ 4 ചോയ്സസ് ഉണ്ട്. അതിന് ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സ് എന്തൊക്കെയാണ്, ഓരോന്നിനും ഓരോ പേരുണ്ടല്ലോ. ഒരു പേപ്പറിൽ വരുമ്പം ഇത് എന്തൊക്കെയാണെന്ന് അതിന് പ്രത്യേകം സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള വേർഡ്സ് നെയിംസ് ഏതൊക്കെയാണെന്ന് ഇവിടെ എടുത്തെഴുതണം. ബ്രാക്കറ്റിൽ ഓരോന്നിൻ്റെയും നെയിംസ് ഉണ്ട്. സോ ഫസ്റ്റ് പിക്ചർ എന്താണ്? മഞ്ച്കിൻ ടൈംസ്. അത് വന്നിട്ട് ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പറിൻ്റെ പേരാണ്. ദെൻ ദ വിക്കറ്റ് which is no more, Munchkin Land celebrates. അത് ഹെഡ്ലൈൻ. നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? തേർഡ് വന്നിട്ട് കാർട്ടൂണാണ്. പിന്നെ ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റ്സ് ഇല്ലേ, അത് വന്നിട്ട് അഡ്വർടൈസ്മെൻറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 15. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് സെലക്ട് എ സൂട്ടബിൾ ഹെഡ്ലൈൻ ഫ്രം ദ ഹെഡ്ലൈൻസ് ഗിവൻ ബിലോ. താഴെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ 3 ഹെഡ്ലൈൻസും തന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കറക്റ്റായിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ഈ 3 നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ലെറ്റ്സ് റീഡ് ദ റിപ്പോർട്ട്. ഓസ്, May 21. Dorothy, the brave girl who killed the wicked witch, met the great wizard of Oz yesterday. She faced many challenges to reach the Emerald City where the wizard lived. She visited the wizard and requested him to help her reach home. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെ എന്താണ് ബേസ് ചെയ്ത് പറയുന്നത്? ഈ ഡോറത്തി വിസിറ്റ് ഓഫ് ഓസിനെ കാണാനായിട്ട് പോയി അല്ലേ, ആ ഒരു വിസാർഡിനെ കാണാൻ പോയി. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ 3 ഹെഡ്ലൈൻസ് സൂട്ടബിളായിട്ടുള്ള ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഡോറത്തി മീറ്റ്സ് ദ ഗ്രേറ്റ് വിസാർഡ്. ആക്ടിവിറ്റി 16. ഹിയർ ആർ സം ഫ്ലവേഴ്സ് ഫ്രം ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ്. മഞ്ച്കിൻ നാട്ടിൽ നിന്നുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് താഴെ അതിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ലോട്ടസ്, ഡാലിയ, ഹിബിസ്കസ്, ബ്ലൂ ബെൽസ്, ബൊഗെയിൻവില്ല, റോസ്, വാട്ടർ ലില്ലി, സീനിയ. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് മേക്ക് ആൻ ആൽബം. ഈ തന്നിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ടൊരു ആൽബം ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൾസോ. ഈ ഒരു ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണവും കൂടെ സൈഡിൽ കൊടുക്കണം. വൺ ഈസ് ഡൺ ഫോർ യു. താഴെ ഒരു ഡെമോൺസ്ട്രേഷന് തന്നിട്ടുണ്ട്. സൺഫ്ലവറിനെ കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. എന്താണ്? ദിസ് ഈസ് എ സൺഫ്ലവർ. ഇറ്റ്സ് യെല്ലോ ഇൻ കളർ. ഇറ്റ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്. ഐ ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. ഇതുപോലെ മറ്റ് ഫ്ലവേഴ്സിൻ്റെ പിക്ചർ ഒന്നിൽ നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു വർക്ക് ബുക്കിൽ എഴുതിയിട്ട് അതിനെക്കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പിക്ചറിൻ്റെ സൈഡിൽ ഇതുപോലെ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻസ് ആർ റിട്ടൺ ഹിയർ. സി അബൌട്ട് ദ ലോട്ടസ്, ഡാലിയ, ഹിബിസ്കസ്, ബ്ലൂബെൽസ്, ബൊഗെയിൻവില്ല, റോസ്, ദെൻ വാട്ടർ ലില്ലി, സീനിയ. ഇവയെക്കുറിച്ചെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. റീഡ് ആൻഡ് റിജോയ്സ്. വായിക്കൂ, സന്തോഷിക്കൂ. ദ ബെയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. ബെയറും കരടിയും ധീരയായ പെൺകുട്ടിയും. ദയ വെൻറ്റ് ടു ദ ജംഗിൾ ടു കളക്ട് ഫയർവുഡ്. ദയ എന്ന പെൺകുട്ടി കാട്ടിലോട്ട് ചുള്ളി
കമ്പ് പറക്കാനായിട്ട് പോയി. ആ എ ഹട്ട് ഇൻ ദ ജംഗിൾ, ഹൂ ഈസ് ഇൻസൈഡ്, ലെറ്റ് മീ സീ. അപ്പോൾ ദയ നോക്കിയപ്പോൾ ഒരു ഹട്ട്, ഒരു കുടിൽ ജംഗിളിൻ്റെ അകത്ത്. ആരാണെന്ന് അറിയാനായിട്ട് അവൾ നോക്കി. ഹൂ ആർ യു, വൈ ആർ യു ഹിയർ, ഐ എം സോറി, ഐ ലോസ് മൈ വേ. അപ്പോൾ ആ ഒരു ഹട്ടിൻ്റെ അകത്ത് ഒരു ബെയർ ഉണ്ടായിരുന്നു. ആ ബെയർ ചോദിച്ചു ദയയുടെ അടുത്ത്, ആരാണ് നീ, എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ ദയ പറഞ്ഞു, ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം, ഐ ലോസ് മൈ വേ, എൻ്റെ വഴി തെറ്റി വന്നതാണ്. Then the bear asked, well, I was in search of a cook. You are my cook from today onwards. അപ്പോൾ ആ ബെയർ പറഞ്ഞു, എന്തായിരുന്നാലും ഞാനൊരു കുക്കിനെ തേടി നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നീയാണ് എൻ്റെ കുക്ക്. ഓ പ്ലീസ് ലെറ്റ് മീ ഗോ, മൈ ഗ്രാൻഡ് മാ ഈസ് എലോൺ അറ്റ് ഹോം. അപ്പോൾ ദയ പറഞ്ഞു, ഓ എന്നെ ഒന്ന് വെറുതെ വിടണേ, എൻ്റെ അമ്മൂമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. നോ നോ, ഗോ ടു ദ കിച്ചൺ ആൻഡ് ബേക്ക് മീ സം കേക്ക്സ്. അപ്പോൾ വേറെ പറഞ്ഞു, ഇല്ലില്ല പറ്റില്ല, കിച്ചണിൽ പോയി എനിക്ക് കുറച്ച് കേക്ക് ഉണ്ടാക്കി തരാൻ. ഓ ഐ എം ട്രാപ്ഡ്, ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈ സെൽഫ്. അപ്പോൾ ദയ മനസ്സിൽ ആലോചിച്ചു, ഓ ഞാൻ ട്രാപ്പായി, ഞാൻ കെണിയിലകപ്പെട്ടു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ദയ ബേക്ക് സം കേക്ക്സ്. ദ ബെയർ എൻജോയ് ദ ഡെലിഷ്യസ് കേക്ക്. ദയ കുറച്ച് കേക്ക് ഉണ്ടാക്കി. ബെയർ അത് നന്നായിട്ട് ആസ്വദിച്ചു, എൻജോയ് ചെയ്ത് കഴിച്ചു. പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗിവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ് മാ. അപ്പോൾ ദയ പറഞ്ഞു, എന്നെ ഒന്ന് വീട്ടിൽ പോകാൻ അനുവദിക്കുമോ, ഈ കുറച്ച് കേക്ക് ഞാൻ എൻ്റെ ഗ്രാൻഡമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ, ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ് മാ, പാക്ക് ഇറ്റ്. അപ്പോൾ ആ ബെയർ പറഞ്ഞു, എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട, ഞാനിത് കൊണ്ടുപോയി ഗ്രാൻഡമ്മയുടെ കയ്യിൽ കൊടുക്കാം, പാക്ക് ചെയ്യാൻ. അപ്പം ദയ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ ഐഡിയ, ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. അപ്പം ദയ മനസ്സിൽ ചിന്തിക്കും, ഓ ഐഡിയ കിട്ടി, ഞാൻ ഈ ഹാമ്പർ, അതായത് ഈ കുട്ടയ്ക്കകത്ത് ഒളിച്ചിരിക്കാം. ഓക്കെ, ദ ബെയർ എൻറ്റേർഡ് ദ വില്ലേജ്. ബെയർ ദയയുടെ വില്ലേജിൽ എത്തി. ഓ ഡോഗ്സ്, അപ്പോൾ ഈ പട്ടികളൊക്കെ ഭയങ്കര കുരയായിരുന്നു. അപ്പോഴെന്ത് ചെയ്തത്, ദ ബെയർ വാസ് അഫ്രൈഡ്. ഇറ്റ് പുട്ട് ദ ഹാമ്പർ ദയർ ആൻഡ് റാൻ അവേ. ദയ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. അപ്പോൾ പട്ടികളെ കണ്ടപ്പോൾ ആ ബെയർ പേടിച്ചോടി. ദയ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. ദയ ആ കുട്ടയ്ക്കകത്തു നിന്ന് വെളിയിലിറങ്ങി. മൈ ട്രിക്ക് വർക്ക്. എന്നിട്ട് ദയ സന്തോഷം കൊണ്ട് ചാടി. എന്താണ്, എൻ്റെ ട്രിക്ക് വർക്കൗട്ടായിരുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 17, റീകാസ്റ്റ് ദി സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മുടെ സ്വന്തം വാക്കുകളിൽ ഈ സ്റ്റോറി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ, ഒന്ന് റീകാസ്റ്റ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അതിന് മുമ്പേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ, എങ്കിൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. Dorothy lived in a small village with her uncle and aunt. She lived in a village where wind never stopped blowing. When the wind blew hard, her family would take shelter in the cellar of their house. Once, when a wind blew hard, Dorothy was about to hide in the cellar. Her dog Toto ran inside the house instead of cellar. She went inside the house in search of Toto. At that time, the house began to shake. The cups and plates in the cupboard slipped down. The mirror on the wall fell down and broke into pieces. The next moment, wind lifted the home off the ground with Dorothy and Toto inside the house. The home with them flew over the trees, meadow, street, mountain, and finally they reached inner land. The house landed over a wicked witch and she accidentally died. When Dorothy and Toto stepped out of the house, they saw some strange people. They introduced themselves as Munchkins. They thanked Dorothy for killing the witch and by saving them. They celebrated the witch's death by dancing and singing and invited Dorothy also for celebration. But she requested them to help her to go to her village. They sent her and Toto to the Wizard of Oz to seek help. The wizard just waved his magic wand and the house appeared before them.
They went inside the house and it started flying. Finally, the house landed in her village and she happily met her uncle and aunt. അങ്ങനെ ദ ലാൻഡ് ഓഫ് വിൻസ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ. താങ്ക് യു.